ഇന്ന് ഏതെങ്കിലും ഒരു 100 ആളുകളുള്ള ഒരു സദസ്സിൽ നമ്മൾ കൂടുകയാണെങ്കിൽ 100 സുന്നികളുണ്ടെന്ന് വെക്കുക. 100 സുന്നികളുള്ള ഒരു സദസ്സിൽ ചെന്ന് ഒന്ന് നോക്കുകയാണെങ്കിൽ ഈ സുന്നി എന്ന് പറയുന്ന ആളുകളിൽ എത്ര സുന്നത്ത് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത് ജീവിതത്തിൽ പകർത്തിയ സുന്നത്തിൻ്റെ വേഷം സ്വീകരിച്ച് എത്ര പേരുണ്ട് എന്ന് നോക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അത്രത്തോളം വികലമായിരിക്കുന്ന ഒന്നാണ് റസൂലുള്ളാഹിൻ്റെ സുന്നത്ത്. മുഖത്ത് നോക്കിയാൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്തില്ല, തല നോക്കിയാൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്തില്ല, വസ്ത്രം നോക്കിയാൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്തില്ല, പ്രവർത്തനം നോക്കിയാൽ റസൂലുള്ളാഹിൻ്റെ സുന്നത്തില്ല. ഇങ്ങനെ എല്ലാ നിലക്കും വികലമായിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. തല നോക്കുകയാണെങ്കിൽ ഇപ്പോൾ പല ജാതി കട്ടിങ്ങുകളാണ്. ബാർബർ ഷാപ്പിൽ ചെന്നിട്ട് തല എങ്ങനെ കട്ട് ചെയ്യണം എന്ന് കാണിച്ചു കൊടുക്കാൻ പേര് അറിയുന്നില്ലെങ്കിൽ അവിടെ ചിത്രം വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഈ ചിത്രം തൊട്ട് കാണിച്ചുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞു. ഇങ്ങനെ ഇത്രത്തോളം വികലമായി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇത് റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല. ആരെങ്കിലും ഏതെങ്കിലും സിനിമാ താരങ്ങളോ ക്രിക്കറ്റ് താരങ്ങളോ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ അങ്ങനെ ഒരാളുടെ സുന്നത്താണ് പകർത്തുന്നത്. ഇതേപോലെ താടി വെക്കൂ, ഇതേപോലെ തല വെട്ടു, എന്നിട്ട് തലയാണെങ്കിൽ പല ജാതി പക്ഷികളുടെ രൂപത്തിൽ മരക്കൊത്തി തലയന്മാരും കാക്കത്തമ്പുരാട്ടിയും മറ്റും എല്ലാം ഉണ്ടല്ല, അതേപോലുള്ള പക്ഷികളുടെ കട്ടോടൻ ചാത്തൻ്റെ തല മാതിരിയുള്ള പല ജാതി തലകൾ. ഇതാണ് റസൂലുള്ളാഹിന്റെ സുന്നത്തിൽ നിന്ന് വളരെ അകന്നിരിക്കുന്ന അവസ്ഥയാണ്. താടിയാണെങ്കിൽ പല ജാതി താടികൾ. ഒരു വിഭാഗം ക്ലീൻ ഷേവാണ്, താടിയേ ഇല്ലാത്തൊരു വിഭാഗം. താടി അല്ലെങ്കിൽ താടിയും മീശയും അടക്കി വടിച്ചിരിക്കുന്ന രൂപം. മറ്റൊരു വിഭാഗം വലിയ മീശ വെച്ചിട്ട് താടി വടിച്ചിരിക്കുന്ന രൂപം. മറ്റൊരു വിഭാഗം താടി പേരിന് താടിയുണ്ട്, പക്ഷേ അവന് താടിയുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി മൈക്രോസ്കോപ്പ് വെച്ചിട്ട് പരിശോധിച്ച് നോക്കണം. ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കിയാലേ താടി കാണുകയുള്ളൂ. അപ്പോൾ അത്രത്തോളം അതേപോലുള്ള താടി. മറ്റൊരു വിഭാഗം താടി വെച്ചിരിക്കുന്നു. ഏതിനെ ഒരു സിനിമ നടനുണ്ടല്ലോ അമിതാഭ് ബച്ചൻ്റെ താടി, അമിതാഭ് ബച്ചൻ്റെ താടി പോലുള്ള താടി. അതായത് ഇവിടെ മാത്രം ചുറ്റുഭാഗം കവിൾ താടിയും മറ്റേ താടിയെല്ലാം പന്നത്താടിയും കവിൾ താടിയെല്ലാം വടിച്ച് ഇവിടെ മാത്രം ലേശം താടി വെച്ചിരിക്കുന്ന ഒരു വിഭാഗം. ഇങ്ങനെ പല ജാതി താടികളുണ്ട്. എന്നാൽ ഈ താടികളൊന്നും റസൂലുള്ളാഹിന്റെ സുന്നത്തല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെ താടി, ആ താടിയാണ് വേണ്ടത്. അതാണ് മാതൃകയാക്കേണ്ടത്. മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഏതെങ്കിലും ഒരു ജനങ്ങളോട് സാദൃശ്യം പുലർത്തുകയാണെങ്കിൽ, ആരുടെങ്കിലും ഒരാൾ വേഷം ഒരാൾ സ്വീകരിക്കുകയാണെങ്കിൽ അവൻ അവരിൽപ്പെട്ടവനാണ്. അപ്പോൾ ഒരു സിനിമാ താരത്തിൻ്റെ വേഷം സ്വീകരിക്കുകയാണെങ്കിൽ അവൻ അവരെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്. രാമൻ്റെ വേഷം സ്വീകരിച്ചാൽ അവനും രാമനാണ്. കൃഷ്ണൻ്റെ വേഷം സ്വീകരിച്ചാൽ അവനും കൃഷ്ണനാണ്. ക്രിസ്ത്യാനിയുടെ വേഷം സ്വീകരിച്ചാൽ അവനും ക്രിസ്ത്യാനിയാണ്. മന്തശബ്ബഹ ബിഖൗമിൻ ഫഹുവ. അപ്പം അതൊന്നുമല്ല. അള്ളാഹുവിലും അന്ത്യനാളിലും അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ഭയപ്പെടുന്ന ആളുകൾ മൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറ അല്ലാഹ കസീറ. അള്ളാഹുവിനെയും അന്ത്യനാളിനെയും ഭയപ്പെടുകയും അള്ളാഹുവിനെ കൂടുതൽ സ്മരിക്കുകയും ചെയ്യുന്ന ആളുകളുടെ മാതൃക റസൂലുള്ളാഹിയുടെ മാതൃകയാണ്. അതിനെ പിൻപറ്റുകയാണ് ചെയ്യേണ്ടത്. മുമ്പ് ഷുജായി മൗലവിൻ്റെ ഒരു പാട്ടിലുണ്ട്, നെയ്യപ്പം എന്ന പേര് നെയ്യാതിലില്ലടോ എന്ന് പറഞ്ഞു. നെയ്യപ്പം എന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഭാഗത്തൊക്കെ ഉള്ള നെയ്യപ്പം വെളിച്ചെണ്ണയിൽ ചുടുന്ന നെയ്യപ്പാണ്. അവിടെയും നെയ്യ് എന്ന് പറയുന്നത് വടക്കൻ ഭാഗത്തെല്ലാം അതും നെയ്യാണ്. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് അത് നെയ്യല്ല, നെയ്യ് വേറെയാണ്, വെളിച്ചെണ്ണയും മറ്റുമൊക്കെ വേറെയാണ്, നെയ്യ് വേറെയാണ്. അപ്പം ആ അർത്ഥത്തിന് നെയ്യപ്പം എന്ന പേര് നെയ്യതിലില്ലടോ എന്ന് പറഞ്ഞു എന്നതുമാതിരി സുന്നി എന്ന പേര് സുന്നത്തതിലില്ലടോ എന്ന് പറയാം. പേര് സുന്നിയാണ്, സുന്നത്തില്ല, സുന്നത്തില്ലാത്ത സുന്നിയാണ്. ഇങ്ങനത്തെ സുന്നികളാണ് ഇന്ന് നമുക്കുള്ളത്, നമ്മുടെ മുമ്പിലുള്ളത്. അപ്പോൾ അതിൻ്റെ പേരിലെ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചില താടികളെ പറ്റി പറഞ്ഞു. യകൂനു ഫി ആഖിരി സമാനി ഖൗമുൻ യഖ്ളിബൂന
ബിസ്സവാദി കഹവാസിലിൽ ഹമാം ലാ യരീഹൂന റായിഹത്തൽ ജന്ന. അമിതാഭ് ബച്ചൻ്റെ താടി പോലുള്ള താടിയെ പറ്റിയാണ് പറയുന്നത്. ചുറ്റുഭാഗം എല്ലാം പഠിച്ചിട്ട് ഇവിടെ മാത്രം ആ താടയെല്ലിൽ മാത്രം കുറച്ച് താടി വെച്ചിരിക്കുന്ന ആളുകൾ അവർ എന്നിട്ട് അത് കറപ്പിക്കുക കൂടി ചെയ്യും. യകൂനു ഖൗമുൻ യഖ്ദിബൂന ഫി ആഖിരി സമാനി ബിസ്സവാദി കഹവാസിലിൽ ഹമാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ച ഉപമ പ്രാവിൻ്റെ വയറ് പോലെ. പ്രാവിൻ്റെ വയറ് പൊന്തിക്കൊണ്ടിരിക്കുന്നുണ്ടല്ല, അതേപോലെ ഇവിടെ മാത്രം കുറച്ച് താടി വെച്ച ആളുകൾ അവരിലാ യരീഹൂന റായിഹത്തൽ ജന്ന, സ്വർഗത്തിൻ്റെ വാസന പോലും അവർക്ക് ലഭിക്കുകയില്ല, പരിമളം പോലും അവർക്ക് ലഭിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അതേപോലെ താടി ക്ലീൻ ഷേവ് ചെയ്ത് വലിയ മീശ വെച്ചവരെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കിസ്റ ചക്രവർത്തിക്ക് ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് കത്തെഴുതി. ഇലാ കിസ്റ മുഹമ്മദി റസൂലില്ല ഇലാ കിസ്റ അദീമി ഫാരിസ് എന്ന് പറഞ്ഞ് അസ്ലിം തസ്ലാം ഫൈൻ അബൈത്ത ഫഅലൈക ഇസ്മുൽ മജൂസ് എന്ന് പറഞ്ഞു. താങ്കൾ ഇസ്ലാം സ്വീകരിക്കണം, എന്നാൽ താങ്കൾ രക്ഷപ്പെടും. ഈ താങ്കൾ സ്വീകരിച്ചില്ലെങ്കിൽ മജൂസികൾ, പേർഷ്യക്കാർ മുഴുവനും അഗ്നി ആരാധകരാണ്, അവരാണ് മജൂസികൾ എന്ന് പറയുന്നത്. ഇവരുടെ കുറ്റം താങ്കൾക്കുമുണ്ട്. താങ്കളുടെ അനുയായികളുടെ കുറ്റം നേതാക്കൾക്കുണ്ടായിരിക്കുമല്ല, അപ്പം അനുയായികളുടെ കുറ്റം താങ്കൾക്കുമുണ്ട് എന്ന് പറഞ്ഞു. ഈ കത്ത് കിസ്റ ചക്രവർത്തി വായിച്ച് അയാൾ ആകെ വിറച്ച് കോപ്പാകുലനായിക്കൊണ്ട് റസൂലുള്ളാഹിൻ്റെ കത്ത് പിച്ചിച്ച്. ഇത് റസൂലുള്ളാഹി അറിഞ്ഞപ്പോൾ മസ്സഖല്ലാഹു മുൽക്കഹു എന്ന് പറഞ്ഞു. അല്ലാഹു തആല അവൻ്റെ രാജാധികാരവും പിച്ചിച്ചീന്തുമാറാവട്ടെ എന്ന് പറഞ്ഞു. എന്നിട്ട് കിസ്റ ചക്രവർത്തി ചെയ്തത് യമനിലുള്ള അദ്ദേഹത്തിൻ്റെ യമനിലുള്ള ഗവർണർ ബാസാൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഗവർണർ യമനിൽ ഭരണം നടത്തുന്നുണ്ട് കിസ്റയുടെ കീഴിൽ. അപ്പോൾ ബാസാന് കത്തെഴുതി, ഇദ്ദേഹത്തെ പിടിച്ചു കൊണ്ടുവരണം, താങ്കളുടെ രാജ്യത്തുള്ള 2 ശക്തന്മാരായ ആളുകളെ പറഞ്ഞയച്ച് ഈ മുഹമ്മദിനെ പിടിച്ചു കൊണ്ടുവരണം എന്നാണ് കത്തെഴുതിയത്. അങ്ങനെ ബാസാൻ 2 ആളുകളെ പറഞ്ഞയച്ചു. അവർ റസൂലുള്ളാഹിൻ്റെ അടുത്ത് വന്നപ്പോൾ അവരുടെ വേഷം ഫദഖലാ അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വഖദ് ഹലഖാ ലിഹിയതഹുമാ വഅഫയാ ശവാരിബ്. റസൂലുള്ളാഹിൻ്റെ അടുത്ത് കടന്നു വന്നപ്പോൾ അവരുടെ അവസ്ഥ, അവരുടെ താടിയെല്ലാം പഠിച്ചിരിക്കുന്നു, ക്ലീൻ ഷേവ. വഅഫയാ ശവാരിബഹുമ, മീശ വലുതാക്കുകയും ചെയ്തിരിക്കും. അപ്പോൾ വലിയ മീശയാണ്, താടിയെല്ലാം ഒന്നായി ഷേവ് ചെയ്തിരിക്കും. ഈ നിലക്കാണ് കടന്നു വന്നപ്പോൾ ഫകരിഹൻ നളറ ഇലൈഹിമ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരേക്ക് നോക്കാൻ വരെ ഇഷ്ടപ്പെട്ടില്ല. അത് റസൂലുള്ളാഹിക്ക് തീരെ തൃപ്തിപ്പെട്ടില്ല, ആവേശം. എന്നിട്ട് റസൂലുള്ളാഹി ചോദിച്ചു, വൈലക്കുമാ മന്നമറക്കുമാ ബിഹാദ എന്ന് ചോദിച്ചു. നിങ്ങൾക്ക് 2 പേർക്കും നാശം, നിങ്ങളോട് ഇതാരാണ് കൽപ്പിച്ചത്? ഇങ്ങനെ താടി വടിക്കാനും വലിയ മീശ വെക്കാനും നിങ്ങളോട് ആര് കൽപ്പിച്ചു എന്ന് ചോദിച്ചപ്പോൾ അവർ മറുപടി പറഞ്ഞത് റബ്ബുന എന്ന് പറഞ്ഞു. ഞങ്ങളുടെ റബ്ബാണ്. റബ്ബ് എന്ന് പറഞ്ഞാൽ യജമാനൻ എന്ന് പറഞ്ഞാൽ കിസ്റയാണ്. കിസ്റ ചക്രവർത്തി ഞങ്ങളോട് കൽപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാകിന്ന റബ്ബി അമറനി ബിഇഫാഇൽ ലിഹ വഖസ്സി ശാരി. എൻ്റെ രക്ഷിതാവ്, നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ റബ്ബാണ് ഇങ്ങനെ ചെയ്യാൻ, താടി ഓടിക്കാനും
മീശ വളർത്താനും കൽപ്പിച്ചതെങ്കിൽ എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് അങ്ങനല്ല. എൻ്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചത് താടി വളർത്തുവാനും മീശ ചെറുതാക്കുവാനുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ റസൂലുള്ളാഹിൻ്റെ അനുയായികളാണ് എന്നും സുന്നികളാണെന്നും അവകാശപ്പെടുന്ന ആളുകൾ റസൂലുള്ളാഹിക്ക് കാണാൻ വരെ, റസൂലുള്ള മുഖത്തേക്ക് നോക്കാൻ വരെ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യം ചെയ്തുകൊണ്ട് ഇനി സുന്നിയായി മരിച്ചു പോവുകയാണെങ്കിൽ റസൂലുള്ളാഹിനെ കാണാൻ പോകുന്ന ആളുകളല്ലേ. അപ്പോൾ റസൂലുള്ളാഹിൻ്റെ വേഷം സ്വീകരിക്കാത്ത ആളുകൾ റസൂലുള്ളാഹിനെ കാണുന്ന അവസരത്തിൽ എങ്ങനെയായിരിക്കും റസൂലുള്ള പെരുമാറുക നമുക്കൊന്ന് ആലോചിച്ച് നോക്കാമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അശ്റും മിനൽ ഫിത്ര എന്ന് പറഞ്ഞു. 10 കാര്യം മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ഗുണങ്ങളിൽപ്പെട്ടതാണ്, അവരുടെ പ്രവർത്തനങ്ങളിൽപ്പെട്ട 10 കാര്യം എന്ന് പറഞ്ഞതിനാ 10 എണ്ണിയതിൽ 2 എണ്ണമാണ്. ഒന്ന് ഇഅ്ഫാ ഉല്ലിഹ, മറ്റൊന്ന് ഖസ്സുശ്ശവാരി, താടി വളർത്തുക. താടി വളർത്തുക എന്ന് പറഞ്ഞാൽ താടി നീട്ടുക. ഖസ്സുശ്ശവാരിബ്, മീശ വെട്ടുക. മറ്റേ ഹദീസിൽ ജുസ്സുശ്ശവാരിബ വാറഹുല്ലിഹ ഖാലിഫുൽ മജൂസ്, നിങ്ങൾ മീശ വെട്ടുക, താടി നീട്ടുക, മജൂസികളോട് എതിരാകുക. നേരത്തെ പറഞ്ഞല്ല, മജൂസികൾ അവരുടെ സ്വഭാവമാണ് താടി വടിക്കുക എന്നുള്ളതും വലിയ മീശ വെക്കുക. ഇന്ന് അത് പതിവായി. ഇംഗ്ലീഷുകാർ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷുകാരുടെ വേഷം ഇന്നും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേഷമായി സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന സംസ്കാരമാണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ഓർമ്മ വരികയാണ്. ബദ അൽ ഇസ്ലാമു ഗരീബൻ വസയഊദു കമാ ബദ ഫതൂബാ ലിൽ ഖുറബാ. ഇസ്ലാം പ്രത്യക്ഷപ്പെട്ടത്, ബദ അൽ ഇസ്ലാമു, ഇസ്ലാം ആരംഭിച്ചത്, ബദൽ ഇസ്ലാമു, ബദ അൽ ഇസ്ലാമു, 2 ഹദീസിൻ്റെ റിവായത്തുണ്ട്. അപ്പോൾ ബദ അൽ ഇസ്ലാമു ഗരീബ, ഇസ്ലാം ഒരു പ്രവാസിയായി ഒരു അന്യദേശക്കാരനായി പരദേശിയെ പോലെയാണ് വെളിപ്പെട്ടത്. ഇസ്ലാം വെളിപ്പെട്ട അവസരത്തിൽ അങ്ങനെയായിരുന്നല്ല. ഒളിച്ചിരുന്ന് ആരുമില്ല, സഹായിക്കാനൊന്നും ആരുമില്ല, തുണയില്ല, രക്ഷിക്കാൻ ആരുമില്ല, എല്ലാ ദ്രോഹങ്ങളും സഹിച്ചുകൊണ്ട് ഒറ്റപ്പെട്ട ഒരവസ്ഥയായിരുന്നു ഇസ്ലാം പ്രത്യക്ഷപ്പെട്ട അവസരത്തിലുണ്ടായിരുന്നു. റസൂലുള്ളാഹിൻ്റെ ചരിത്രം എല്ലാം ആലോചിക്കുകയാണെങ്കിൽ റസൂലുള്ളാഹി ദാറുൽ അർഖമിൽ ചെന്ന് ഒളിച്ചിരുന്നായിരുന്നല്ല ഇബാദത്ത് ചെയ്യുന്നത്, നിസ്കരിച്ചിരുന്നത്. ഇസ്ലാം മതം സ്വീകരിച്ചിരുന്ന ആളുകളും അങ്ങനെ ഒറ്റപ്പെട്ട ജീവിതമായി, സഹായിക്കാൻ ആളില്ലാത്ത അവസ്ഥ. പിന്നീട് ഇസ്ലാം ഉയർന്നു വന്ന് ഇസ്ലാമിൻ്റെ വിശ്വസിച്ച ആളുകളെല്ലാം ലോകത്തെ മുഴുവനും അടക്കി ഭരിച്ചു. ഈ പറഞ്ഞ കിസ്രയെയും റോമക്കാരെയും മുഴുവനും, അവരുടെ രാജ്യങ്ങൾ മുഴുവനും മുസ്ലിങ്ങളുടെ കീഴിലായി. മുസ്ലിങ്ങൾ ലോകത്തിൻ്റെ നേതാക്കളും ജേതാക്കളുമായി തീർന്നു. അങ്ങനെ ഉയർന്നു വന്ന് റസൂലുള്ള പറയുന്നു വസയഊദു കമാ ബദ, ഇനി പഴയ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുകയും ചെയ്യും. പഴയ അവസ്ഥയിലേക്ക് മടങ്ങി ഒരീബായി വന്ന ദീൻ അവസാനം ഒരീബായി സഹായിക്കാൻ ആളില്ലാത്ത രൂപത്തിൽ ഒറ്റപ്പെട്ട രൂപമായി തീരുമ്പോൾ ഫതൂബാ ലിൽ ഖുറബാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സൗഭാഗ്യം മുഴുവനും ഖുറബായിനാണ്. ഒരീബിൻ്റെ ജമ്മാണ് ഖുറബ. ആ ഖുറബ ആരാണ് എന്ന് ഹദീസിൽ അതിൻ്റെ തഫ്സീർ പറയുന്നു. ഉഹുമുല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസു മിൻ സുന്നത്തി, എൻ്റെ ചര്യയിൽ നിന്ന് ജനങ്ങൾ വികലമാക്കിയതിനെ നന്നാക്കുന്ന ആളുകൾ, ഇവർക്കാണ് സൗഭാഗ്യം മുഴുവൻ. അപ്പോൾ ജനങ്ങൾ വികലമാക്കിയ ആ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ആൾ, മന്നഹിയ സുന്നത്തം മിൻ സുന്നത്തി ഖദ് ഉമീതത്ത് വാലി ഫഇന്ന ലഹു മിനൽ അജ്രി മിഥല ഉജൂരി മൻ അമില ബിഹാ മിൻ ഗൈരി അൻ യുൻഖസ മിൻ ഉജൂരിഹിം ഷൈഅ. എൻ്റെ ചര്യകളിൽ നിന്ന് സുന്നത്തിൽ നിന്ന് ജനങ്ങൾ അവഗണിച്ച് നിർജീവമാക്കിയ, ജനങ്ങൾ അവഗണിച്ച സുന്നത്തിനെ ഒരാൾ പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ, മന്നഹിയ സുന്നത്തം മിൻ സുന്നത്തി ഖദ് ഉമീതത്ത് ബാദി, എൻ്റെ ശേഷം അതിനെ ആളുകൾ പാടെ അവഗണിച്ച് തള്ളിയ ഒരു സുന്നത്തിനെ ഒരാൾ പുനരുജ്ജീവിപ്പിക്കുകയാണെങ്കിൽ അവന് അത് പുനരുജ്ജീവിപ്പിക്കുന്ന ആളുകൾക്ക്
അത് ചെയ്തവരുടെ പ്രതിഫലമുണ്ട്. അവർ ചെയ്യുന്നത് അത് അതേപോലെ ചെയ്യുന്ന ആരെല്ലാം ചെയ്യുന്നോ അവരുടെ കൂലി ഇവർക്കുമുണ്ട്. ഇവർക്ക് കൂലി കൊടുത്തുകൊണ്ട് അവരുടെ കൂലി കുറക്കുകയില്ല. മിൻകൊയ്രിയൂരി ചെയ്യും, അവരുടെ കൂലികളിൽ നിന്നൊന്നും കുറക്കാതെ കണ്ടുള്ള കൂലി ഇത് ചെയ്തവരുടെ കൂലി പോലുള്ളതുണ്ട്. അപ്പോൾ ഈ ഉപദേശം സ്വീകരിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു 10 ആളുകൾ ചെയ്യുകയാണെങ്കിൽ 10 ആളുകളുടെ കൂലി ഉണ്ടാവും. 100 ആളുകൾ ചെയ്യുകയാണെങ്കിൽ 100 ആളുകളുടെ കൂലി ഉണ്ടായിരിക്കും. അതിൻ്റെ പേരിൽ സുന്നി പ്രവർത്തകരോട് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്, നാം ഒന്ന് മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുകയാണെങ്കിൽ, നിങ്ങളെല്ലാം ഒരു ഉറബ ആവുകയാണെങ്കിൽ, റസൂലുള്ളാഹി ഫതൂബാലിൽ ഉറബ എന്ന് പറഞ്ഞാൽ സൗഭാഗ്യം മുഴുവനും ഉറബ എന്നാണ് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിൻ്റെ വികലമാക്കിയ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കാൻ നിങ്ങളെല്ലാം ഒരുങ്ങുകയാണെങ്കിൽ, നിങ്ങളുടെ പ്രവർത്തനങ്ങളും നിങ്ങളുടെ പ്രസംഗങ്ങളും നിങ്ങളുടെ എഴുത്തുകളുമെല്ലാം ആ ഭാഗത്തേക്ക് തിരിക്കുകയാണെങ്കിൽ, അത് നന്നാക്കാൻ നിങ്ങൾ ഒരുങ്ങുകയാണെങ്കിൽ, ഈ കട്ടോടൻ ചാത്തൻ്റെ തലയും മറ്റും എല്ലാം അതൊക്കെ ഒരു മാറ്റം വരുത്താൻ, സുന്നികൾക്കെങ്കിലും മാറ്റം വരുത്താൻ നമുക്ക് കഴിയും. നാം ഒരുങ്ങുകയാണെങ്കിൽ കഴിയും. പക്ഷേ അപ്പോൾ അതിൻ്റെ പേരിൽ നാം എല്ലാം ആവേണ്ടത് ഉറബ ആയിത്തീരുക. അതായത് റസൂലുള്ളാഹിൻ്റെ സുന്നത്തിൽ നിന്ന് ആളുകൾ അവഗണിച്ചതായ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുവാൻ വേണ്ടി നാം ശ്രമിക്കുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അടുത്ത റബീഉൽ അവ്വൽ വരുമ്പോഴേക്ക് ഈ തലകൾക്കൊക്കെ ഒരു മാറ്റം വരും, ഈ താടികൾക്കെല്ലാം ഒരു മാറ്റം വരും. അത് നാം ഒരുങ്ങേണ്ടതാണ്. അംറും ബിൽ മഅറൂഫ് നഹ്യും അനിൽ മുൻകർ റസൂലുള്ളാഹിൻ്റെ സമുദായത്തിൻ്റെ ഏറ്റവും പ്രത്യേകത കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസി തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. നിങ്ങൾ ഉത്തമ സമുദായമാണ്, ആളുകൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട ഉത്തമ സമുദായമാണ്. നിങ്ങൾ നല്ലത് കൽപ്പിക്കും, തിന്മ വിരോധിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞു. അപ്പോൾ ഉത്തമ സമുദായത്തിൻ്റെ പ്രത്യേകതകൾ അല്ലാഹു തആല പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതയാണ് തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ. അത് ലോകത്തിൽ നിന്ന് പാടയില്ലാതെയായി പണ്ഡിതന്മാർ മൗനം ദീക്ഷിച്ചതിൻ്റെ പേരിൽ, ആ പണ്ഡിതന്മാരുടെ മൗനം കാരണത്താലാണ് അത് സംഭവിക്കുന്ന ഈ ഒരവസ്ഥ വന്നത്.